നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോൾ ഇവിടെ ഇരിക്കും. ഇരിക്കും മോളെ. സൂക്ഷിച്ച്. അരുണും കൃത്യസമയത്ത് എത്തിയല്ലോ. അപ്പോ ചടങ്ങ് തുടങ്ങാലോ. എന്താ അമ്മേ വിശേഷം? ആഹാ, അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലേ? ഐശ്വര്യ നിന്നോടൊന്നും പറഞ്ഞില്ലേ? അല്ല അമ്മ, അത് അതെങ്ങനെയാ? ഇതൊന്നും അല്ലല്ലോ ഐശ്വര്യക്ക് ഇപ്പൊ ആലോചന. പിന്നെങ്ങനെയാ? അരുണേ, നമ്മുടെ ശ്യാമ പ്രഗ്നന്റാ. അതറിഞ്ഞു. ഗർഭിണിക്ക് മധുരം നൽകുന്ന ചടങ്ങ്. നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി വരാൻ പോവല്ലേ. അപ്പൊ ആ ചടങ്ങ് ഇവിടെ വെച്ച് തന്നെ നടത്തണം. അതാ അതിന്റെ ശരി. എന്നാലേ അമ്മ തന്നെ ആദ്യം മധുരം കൊടുക്ക്. ഇനി അച്ഛൻ. നമ്മളെ അഖി, മധുരം കൊടുക്ക. കൊടുക്കണം. ലിസി, ഞാനങ്ങോട്ട് വിളിച്ചിരുന്നു. ഒന്ന് ഫേഷ്യൽ ചെയ്യാനാ. പാർലറിൽ എപ്പോഴും തിരക്കല്ലേ. ഒരു സമയം ഫിക്സ് ചെയ്ത് പറയണം, അല്ലാതെ പറ്റില്ല. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ പോരെ. വെറുതെ അല്ലല്ലോ ക്യാഷല്ലേ തരുന്നേ. ഐശ്വര്യ, ഇവിടെ നല്ലൊരു ചടങ്ങ് നടക്കുക. സംസാരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മാറി നിന്ന് സംസാരിക്കും. എന്താ പറഞ്ഞത് ഇഷ്ടായില്ലേ? ഇനി നീ മാത്രമേ ശ്യാമയ്ക്ക് മധുരം കൊടുക്കാനുള്ളൂ. മധുരം കൊടുക്ക്. അതമ്മ, അല്ല, നീ ഈ ചടങ്ങെങ്കിലും ചെയ്യ. അങ്ങനെയെങ്കിലും നിനക്കും ഇങ്ങനെ ഒരു ചടങ്ങ് വേണമെന്നുള്ള തോന്നലെങ്കിലും ഉണ്ടാവട്ടെ. ചെല്ല്, മധുരം കൊടുക്ക്. ഐശ്വര്യ, ബസ് പറഞ്ഞത് കേട്ടില്ലേ? മധുരം കൊടുക്ക്. ചെല്ല്. ഈ പറഞ്ഞതൊക്കെ എങ്ങനെ നടക്കാനാ?
വിസ്മയ്ക്ക് വേണ്ടി ശ്യാമ പാടുകേ. കേട്ടിട്ട് അത്ഭുതം തോന്നുക. അതെ, പറഞ്ഞതൊക്കെ സത്യമാണ്. ഇവൾ ഓരോന്ന് പറഞ്ഞ് ആനന്ദേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഇതൊന്നും നടക്കില്ല. അതിനുള്ള കഴിവ് ഈ ശ്യാമയ്ക്കുണ്ടോ? സംഗീതം എന്ന് പറഞ്ഞ എന്താന്ന് വിചാരിച്ചിരിക്കുന്നേ? അത് ഏറ്റവും വലിയ സിദ്ധിയാ. ദൈവം അത്ര പ്രിയപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്ന വരദാനം. ഇവൾക്ക് ശ്യാമ ഏയ് പാടാൻ പറ്റില്ല. അമ്മ ഇത് വാങ്ങണം. അമ്മ ഈ അഡ്വാൻസ് അമ്മ വാങ്ങണം. ഇല്ല മോളെ, ഇത് വാങ്ങാൻ ഈ അമ്മയ്ക്ക് യോഗ്യതയില്ല. അമ്മയ്ക്ക് ഞാൻ സ്നേഹത്തോടെ തരുന്നതാ. മതി, ഇത് മതി. ചെയ്തു പോയതിനെല്ലാം ഉള്ള വസുവിന്റെ പശ്ചാത്താപത്തിന്റെ കണ്ണീര്. ഇത് തന്നെയാണ് പ്രായശ്ചിത്തം. അറിഞ്ഞു അറിയാതെയും ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നിനും മാപ്പ് പറയുന്നില്ല. അമ്മ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.